ഫ്രണ്ട്സ്, എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ണറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്. പപ്പടം വെച്ചിട്ട് ഒരു മെഴുക്ക് വരട്ടിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പപ്പടം ഒരു 20 പപ്പടം ചെറുതാക്കി പീസാക്കി എടുത്തിട്ടുണ്ട്. അതായത് കത്രിക കൊണ്ട് വെട്ടി നല്ല ഭംഗിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കൈ കൊണ്ട് നമുക്ക് പൊട്ടിച്ച് ഇടുകയും ചെയ്യാം. ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. അത് ഞാൻ റെസിപ്പിക്ക് കൂടുതൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും, അതുപോലെ ചെറിയൊരു സവോള ചെറുതായി കുനുകുനിന്ന് അരിയണമെന്ന് മാത്രം. അതുപോലെ തന്നെ ഇത് വറ്റൽമുളകും കുറച്ച് ചുവന്നുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് 2 തരത്തിലുള്ള മെഴുക്ക് വരട്ടി നമുക്ക് ഈ പപ്പടം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 20 പപ്പടമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഈ മെഴുക്ക് വരട്ടി ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആദ്യം പപ്പടം വറുത്തെടുക്കണമല്ലോ. അപ്പോൾ ആദ്യം പപ്പടമൊക്കെ വറുത്തെടുക്കാം. കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് വറുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ പപ്പടമൊക്കെ നന്നായിട്ട് വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനുള്ള പപ്പടമാണ് കേട്ടോ. ഒരു പാത്രം അങ്ങനെ തന്നെ പപ്പടം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അധികം വെളിച്ചെണ്ണയൊന്നും ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഒരു 2 ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ മാത്രം മതിയാവും. മിളകൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാനുള്ള വെളിച്ചെണ്ണ മതി. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടത്തിൻ്റെ പകുതി പോർഷൻ മാത്രം ഞാൻ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. ഈ മുളകൊക്കെ ഒന്ന് മൊരിയട്ടെ, ചെറുതായി ഒന്ന് മൊരിയട്ടെ. അപ്പോൾ നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും കഞ്ഞിയുടെ കൂടെ ആയാലും അതുപോലെ തന്നെ കട്ടൻ കാപ്പിയുടെ കട്ടൻ ചായയോ അതിൻ്റെ കൂടെ ആയാലും നമുക്കിത് കഴിക്കാൻ പറ്റും. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ ടിഫിനിൽ ഇത് കൊടുത്തേക്കാനും പറ്റും കേട്ടോ. ചെറുതായി ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില കുറച്ച് കറിവേപ്പില കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പപ്പടത്തിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കാം. പപ്പടത്തിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുള്ള കാരണം ഉപ്പ് പിന്നെ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നന്നായി ഇളക്കി കൊടുക്കരുത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ. അല്ലെങ്കിൽ പപ്പടം പൊടിഞ്ഞു പോവും. തീ ഓഫാക്കിയിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് മുളക് മൊരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. പപ്പടം ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ഒരു ടൈപ്പിലുള്ള പപ്പടത്തിൻ്റെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അടുത്ത ടൈപ്പ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എണ്ണ കുറച്ച് ചെറുതായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പച്ചമുളകും സവോളയും അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി വഴന്ന് വരണം. ഇതിലും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ചെറുതായി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് കേട്ടോ. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാൻ മതി. വേപ്പിലിട്ട് കൊടുക്കാം. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എനിക്ക് പപ്പടം ഇട്ട് കൊടുക്കാം കേട്ടോ. തീ പിന്നെ കത്തിക്കേണ്ട ആവശ്യമില്ല. തീ ഓഫാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പപ്പടം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം അധികം ഇളക്കി കൊടുക്കണ്ട. ഇപ്പം എല്ലാ പപ്പടത്തിലേക്കും ഇതിൻ്റെ മസാല ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടും 2 തരത്തിലാണ് കേട്ടോ. ഇത് നമ്മൾ വറ്റൽമുളക് ചേർത്തുണ്ടാക്കിയ പപ്പടത്തോരനും ഇത് പച്ചമുളക് ചേർത്തുണ്ടാക്കിയ പപ്പടത്തോരനാണ്. ഞാനൊരു പ്ലേറ്റിൻ്റെ 2 ഭാഗത്തേക്ക് ഇട്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കും വേണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.